Hi friends, let's learn phrasal verb that make daily English more natural and fluent. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫ്രേസൽ വെർബ് പഠിക്കാം. എന്താണ് ഫ്രേസൽ വെർബ്? ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെർബ് ക്രിയയോടുകൂടി ഒരു പ്രപ്പോസിഷൻ ചേർത്താൽ നമുക്ക് പുതിയൊരു മീനിങ് കിട്ടും, വേറൊരു വേർഡ് നമുക്ക് കിട്ടും. അതാണ് ഫ്രേസൽ വെർബ്. ഇപ്പം നോക്കൂ, ഗിവ്. ഗിവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നൽകുക, കൊടുക്കുക, അല്ലെ? അതിന്റെ കൂടെ അപ്പ് എന്ന് ചേർത്താൽ ഗിവ് അപ്പ് എന്നായി, ഗിവ് അപ്പ്. അപ്പൊ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. മീനിങ് മാറി. അപ്പൊ നമ്മൾ പറയാറില്ലേ, എക്സാം ഒക്കെ ഫെയിൽ ആയിട്ട് ആരെങ്കിലും നമ്മൾ പറയാറുണ്ട്, നീ ഉപേക്ഷിക്കല്ലേ, വീണ്ടും ശ്രമിക്കൂ. എങ്ങനെ പറയാ? ഡോണ്ട് ഗിവ് അപ്പ്, ട്രൈ അഗെയിൻ. ഡോണ്ട് ഗിവ് അപ്പ്, ട്രൈ അഗെയിൻ. അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് ഫ്രേസൽ വെർബാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേക്ക് അപ്പ്. വേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം. ഞാൻ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്ക് അപ്പ് അറ്റ് 5 AM എവറി ഡേ. ഐ വേക്ക് അപ്പ് അറ്റ് 5 AM എവറി ഡേ. കോൾ ഓഫ്. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ എന്നാണ് അർത്ഥം. മഴ കാരണം അവർ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു മഴ കാരണം. They had to call off the trip due to rain. They had to call off the trip due to rain. Okay, next example. Turn off. Turn off means in the off. Can you turn off the light please? Can you turn off the light please? ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ? നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ആണ് look after. Look after means പരിപാലിക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവൾ അവളുടെ അമ്മയെ പരിപാലിക്കുന്നു, നോക്കുന്നു. അത് ഈ ഫ്രേസൽ വെർബ് വെച്ച് പറയാൻ എങ്ങനെയാ? ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ മദർ. ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ മദർ. അവൾ അവളുടെ അമ്മയെ പരിപാലിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഇനി നെക്സ്റ്റ് ഫ്രേസൽ വെർബ് പിക്കപ്പ്. ഈ പിക്കപ്പിന് കുറേ മീനിങ് ഉണ്ട്. ലെറ്റ്സ് ഗോ ത്രൂ വൺ ബൈ വൺ. ഫസ്റ്റ് മീനിങ് ആണ് എടുക്കുക എന്നുള്ള ഒരു മീനിങ്, എടുക്കുക. അവൾ നിലത്തു നിന്നും പേന എടുത്തു. She picked up the pen from the floor. She picked up the pen from the floor. നേതർ മീനിങ് ആണ് ആരെങ്കിലും കൊണ്ടുപോവുക. കൊണ്ടുപോവുക എന്നുള്ള അർത്ഥമുണ്ട് പിക്കപ്പ്. ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോകും. I will pick you up from the bus stand. I will pick you up from the bus stand. ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും കൊണ്ടുപോകും. നെക്സ്റ്റ് ഒരു മീനിങ് ആണ് അറസ്റ്റ്. പിക്കഡപ്പിന്റെ അറസ്റ്റ്. പോലീസ് കഴിഞ്ഞ ദിവസം അവനെ അറസ്റ്റ് ചെയ്തു. The police picked him up last night. The police picked him up last night. പോലീസ് കഴിഞ്ഞ ദിവസം അവനെ അറസ്റ്റ് ചെയ്തു. വേറൊരു മീനിങ് ആണ് പഠിക്കാൻ തുടങ്ങുക, പഠിച്ചു തുടങ്ങുക എന്നൊക്കെ. ഓക്കെ, she picked up English very quickly. അവൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചു. She picked up English very quickly. ഓക്കെ, നെക്സ്റ്റ് മീനിങ് ആണ് വീണ്ടും തുടങ്ങുക. പിക്കപ്പിന്റെ വീണ്ടും തുടങ്ങുക. നമുക്ക് ഈ ചർച്ച നാളെ വീണ്ടും തുടങ്ങാം. അത് ഈ ഫ്രേസിൽ വെച്ച് പറയാം. ലെറ്റ്സ് പിക്ക് അപ്പ് ദ ഡിസ്കഷൻ ടുമോറോ. ലെറ്റ്സ് പിക്ക് അപ്പ് ദ ഡിസ്കഷൻ ടുമോറോ. നമുക്ക് ഈ ചർച്ച നാളെ വീണ്ടും തുടങ്ങാം. ഓക്കെ, ദെൻ വേറൊരു മീനിങ് കൂടി ഉണ്ട്, മെച്ചപ്പെടുക എന്നുള്ള അർത്ഥം. മെച്ചപ്പെടുക കേട്ടോ, മെച്ചപ്പെടുക. വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മെച്ചപ്പെടും. ഡോണ്ട് വറി, things will pick up soon. Things will pick up soon. അപ്പൊ ഇതുപോലെയുള്ള ഫ്രേസൽ വെർബൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കി സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവരൊന്ന് കാണണേ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.